ഗൈസ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെ വണ്ടിയായിരുന്നു കേട്ടോ. ഇതുവരെയുള്ള വ്ളോഗിലൊന്നും നമ്മൾ വണ്ടി കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മളെ വണ്ടി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു പ്രോപ്പർട്ടിയിലാണ്. ഒരു ചെറിയൊരു റിസോർട്ട് സെറ്റപ്പാണ് സംഗതി. ഇതാണ് കയറി വരുമ്പോഴുള്ള വ്യൂ. ആദ്യം ഓരോ റൂം കാണിക്കാം. നമ്മളിവിടെ റൂമുള്ളത്. ഇത് കക്കാടംപൊയാണ് ഈ സ്ഥലം വരുന്നത്. ഹായ്, ഇതാണ് ഈ റൂം വരുന്ന പോലെ. ഇതിനെ സെറ്റാക്കും. ഇതിപ്പോൾ നമ്മളിവിടെ വന്നാണൊന്ന് ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതാണ് നമ്മളെ. ഇപ്പോൾ നമ്മളിവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മസാല തേച്ചിട്ട് ഇവിടെ വെച്ചാണ്. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ പൊരിക്കുമ്പോൾ നമുക്ക് അതിനെ കാണാം. ഇതാ നമ്മളെ ബീച്ചിൻ്റെ സെറ്റപ്പ്. അല്ല, ബീച്ചിൻ്റെ റിസോർട്ടിലെ പൂളാട്ടത്. അടിയിലേക്ക് നമുക്ക് വരാം. ഇതാണ് സെറ്റപ്പ് വിടുന്നത്. ഇതാണ് നെക്സ്റ്റ് റൂം. എല്ലാ റൂമിലും AC ഉണ്ട്. വിറാസ് എന്താ പറയാനുള്ളത്? എന്ത് പറ്റിയടാ? സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ പോയതാ ഗായ്സ്. മോനെ, ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ. കണ്ടില്ല ഒരുത്തമാര് കിടന്നുറങ്ങണേ. എന്നാ ഇറങ്ങില്ലടാ, എല്ലാ റൂമിലും AC ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടുത്തെ വാഷ്റൂം കാണിച്ചാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സംഗതി. ഇല്ലടാ, ഇറങ്ങടാ. പുറത്തേക്കുള്ള വ്യൂ കാണിച്ചാ. റിസോർട്ടിന്റെ പേര് നമ്മൾ പറയണില്ല. പേര് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രമോഷനായി പോകും. പേര് പറയുന്നില്ല. ഇതാണ് നമ്മളെ പൂളിലേക്കുള്ള വഴി. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുണ്ട് കേട്ടോ. തോട്ടുണ്ട്. അത് ചാറാ. പാട് പാട്. എങ്ങനെയുണ്ടാ പൂളിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് പൂളിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? മറിയണേ മോനാ. അതില എങ്ങനെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ചാടിക്കോ. ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതിലാതിൽ കേറുവാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? റിസോർട്ടിന്റെ പേര് വരില്ലട്ടോ, പ്രമോഷൻ ആയി പോകും. റിസോർട്ട് പ്രമോഷൻ നമ്മൾ ചെയ്യില്ല. ഇതിന്റെ കക്കാടംപുഴ മാത്രം പറഞ്ഞാൽ മതി. മറ്റേ സ്ഥലം മറക്കച്ച്. അത് സൗണ്ട് മാറിയാണല്ലോ. അത് വേണ്ടട്ടോ, അത് വേണ്ട. ബാക്കി പാടറാ. എന്നാ അടുത്ത പാട്ടാണ്. അത് പറയാ കമന്റ് ചെയ്യാ.
വെള്ളം കയറിട്ടോ വെള്ളം കയറി നിരാശ പറയ് നിരാശ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ അമർത്താം ലൈക്ക് അടിക്കുക എല്ലാരും ലൈക്ക് അടിക്കട്ടോ പറഞ്ഞല്ല കണ്ടുപിടിക്കട്ടെ മോനെ എന്തെങ്കിലുമൊക്കെ പറയും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി നൈറ്റില് നമുക്ക് പാർട്ടി കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന കമ്പറ്റീഷൻ കാണിക്കും. റൂം എങ്ങനെ ആസിണ്ടല്ലേ റൂം സെറ്റ് റൂം കിണ്ണ ഗ്രില്ലാണ്. നിങ്ങൾ എല്ലാരും നമ്മൾ രാത്രി അടിപൊളിയാക്കാം. നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. അതില് പറയും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ എല്ലാവരും അവളെ ആക്ടിവിറ്റീസിൽ ഒന്ന് നമ്മൾ ക്യാരം ബോർഡ് കാണിച്ചിരുന്നു മേലെ. രണ്ടാമത്താണ് ഊഞ്ഞാല്. കലാവിരുദ്ധ കാണിക്കണ്ട് കേട്ടോ. എന്തോ ആ എടുത്ത് സെറ്റായി വൈവയില്ലേ. ഗായകനാട്ടോ. ഇവരെ നമ്പർ താഴെ കൊടുക്ക. പാട്ട് പാടാനാണ് ഇവരെ വിളിച്ചാൽ മതി. ഇറക്കി ചാട് രണ്ടുപേരും ഇവിടെ എത്തിക്കുന്നത്. ഇതുവരെ റൂമിൽ കിടന്ന് ഉറങ്ങി വരും പൊട്ടന്മാര്. അങ്ങനെയാണ് വാടി ഇരുന്നാ പോരെ. ചാടി നിക്ക് ഇപ്പൊ ചാടിട്ട് ചാടി ഇറക്കടാ. ചാടറവനാ നിർത്തി. ചാടി എന്തടാ എടവന് തണുക്കണ്ടത്. എന്താടാ ആദ്യം ഇവിടെ നനഞ്ഞോ. ഇവിടുന്ന് വിളിച്ചോ. അല്ല ഇറങ്ങി ചാടാ. അയ്യോ ഇത് പോരാഞ്ഞിട്ടാടാ. ഓനതാക്കടാ. ഓനിറക്കി. നല്ല ചാർജർ ഇവിടെ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് അല്ല. അത് ഓഫാക്കണില്ല. ഓഫാക്കിയാളെ ചാട്. കണ്ടു വീഡിയോ ഉണ്ട്. അമ്പലത്തിലൊന്നും തളരില്ല. ഉയർത്തി എഴുന്നേൽക്കുന്നുണ്ട്. ചാർജർ ആ സൈഡിലാ. അന്റെ പോണ്ട. ഇറക്കടാ. അതിന്റെ ചാർജർ മേലെയാണ്. ഇല്ലടാ ഞാൻ പുള്ളി തന്നെയാടാ. ഞാൻ ഒരു ടണ്ണിൽ ഇറങ്ങിയതാ. വാ റാസ. എങ്ങനെയുണ്ട്? എന്റെ കൈയൊന്നും മാറിയില്ല. ഇതുണ്ടോ പൊളർന്നോ. കിട്ടി.
അതിലേ അടുത്തുവാ സീന് ആ ഇത് നനഞ്ഞോ ഷവറിലിട്ടോ ഷവറിലിട്ട് ഇതിന് അല്ല തള്ളിടേണ്ട ആവശ്യമില്ല ചാടിക്കോ ചാടിക്കോ ഇതിപ്പോ എന്താ ഇതിപ്പോ എന്തായത് ഇപ്പോ ഇതിപ്പോ എന്തായത് ഇതിപ്പോ എന്തായി ഇതിപ്പോ എന്തായി ഇതിപ്പോ എന്തായി ഇതിപ്പോ എന്തായത് ഇപ്പോ ഇതിപ്പോ എന്തായത് ഇല്ല ഓ ചാടാ ചാടാ ചാട് ഇന്നാലല്ല അതിൻ്റെ കിട്ടുള്ളൂ. ഇനി ഇവിടുത്തെ വ്യൂ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വ്യൂ ഇവിടുത്തെ കാണിക്കാം. ഓക്കെ നമ്മുടെ മസാല ആയിട്ട് താഴേക്ക് മലപ്പുറം മസാല മസാല മലപ്പുറത്തല്ലേ? കോഴിക്കോട് പിള്ളേര് കോഴിക്കോടെന്നാ. ഇതാണ് സെറ്റപ്പ് ഇട്ട നൈറ്റ് സെറ്റപ്പ്, ലൈറ്റൊക്കെ കത്തിക്കണേ. ഇതാ അവിടുത്തെ ഗായകല്ല അന്ന് കാണിച്ചെടുക്ക്. യാ മോനെ വൈബിടാ സെറ്റ്. ഇതാരും ഉണക്കാണ്ടിരിക്കണത് ഇവിടെ. ഗൈസ് അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട്. ഗ്രില്ല് മൈക്കോണാണോ മൈക്കോണാണേ മൈക്കോണാണേ മൈക്കോണാണോ മൈക്കോണാണോ അത് ഇതാക്കി വെച്ചാണ് ഞാനേ. പറഞ്ഞോ മൈക്ക് പറഞ്ഞോ മൈക്ക് പറഞ്ഞോ. കേട്ട് കേട്ട് കണൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. ചൂടുള്ള കളി നല്ല സ്വയംഭരമാണ്. നമ്മളിവിടെ ചുടുന്നത് എന്താണ് കൊയ്യുന്നത്? ആ മട്ടൻ മട്ടൻ എന്ന് പറഞ്ഞ പൊട്ടൻ, അത് കൊയ്യാതാ. വെക്ക് വെക്ക് വെക്ക്. ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഗ്ലാസ് ഇട് ഗ്ലാസ് ഇട്. അവിടെ വീശിക്കോടി. السلام عليكم ورحمة الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد പ്രിയപ്പെട്ട സഹോദരൻ, നാം ഏവരും ഇന്ന് കടമ്പയിൽ അഗ്രി എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. ആയി പേര് പറയില്ല എടാ. റിസോർട്ടിന്റെ പേരൊന്നും പറയരുത് കേട്ടോ. പേര് പ്രൊമോഷൻ വേണ്ട. റിസോർട്ടിന്റെ പേര് പ്രൊമോഷൻ താല്പര്യമില്ല. നമ്മൾ വെറും യൂട്യൂബ് മാത്രം ഇവന്റെ ചാനൽ നമ്മൾ എപ്പോഴായാലും പ്രൊമോഷൻ കിട്ടും. കാരണം ഇങ്ങോട്ട് നോക്കൂ, നമ്മളെ മസാല പീടിയുണ്ട്. പേരകളുടെ വരെ വിലക്കാണ് മസാല കൊടുക്കണേ.
ഒരാൾ പറയും മൈസൂർ കോണ്ടാക്ട് ചെയ്താൽ മതി. മൈസൂർ വാക്കിന് വരണം ആളാണ്. Instant chicken masala. മുളകുപൊടി മഞ്ഞപ്പൊടി മുഖത്തേക്ക് മുഖമാരി മൈക്കൊടുക്ക് ഈ ക്രിസ്മസിന്റെ ടൈമില് ബർത്ത്ഡേന്റെ ടൈമിലൊക്കെ ഇവന്റെ വാപ്പ പറയട്ടെ, ഇവന്റെ വാപ്പ എല്ലാവർക്കും എന്റെ വാപ്പയാണ് താടി കൊടുക്കണേ. ലഡ്ഡു ജയിച്ചു കഴിഞ്ഞ ലഡ്ഡു നമുക്ക് എന്ത് പറ്റിച്ചാളാ. ഇവന് 10ാം ക്ലാസ്സിൽ ജയിച്ചെന്നാ പിന്നെ അതിന് ചെലവരില്ല. ജയിച്ചു കഴിഞ്ഞ ലഡ്ഡു അവിടെ എടുത്ത പൊടിഞ്ഞ ലഡ്ഡു ഉണ്ട് കൊണ്ടുപോയി നിൽക്കണേ. ഇവന് മൈസൂർ പാക്കിന് വരട്ട് നടന്നടാ. മൈസൂർ പാക്കിന് വരട്ട് നടന്ന വെറുതെ ലഡ്ഡു ഇരിക്കാ. അടുത്ത് നെക്സ്റ്റ് പ്ലേറ്റ് മാറി അടുത്താളാട് അതൊന്നും പറയാല്. ചീസ് ഇങ്ങനെ അന്നൊടിയും ഞമുണ്ട് നല്ല കിട്ടിക്കഴിഞ്ഞാൽ മൈസൂർ പാക്ക് നല്ല മണങ്ങും, നല്ല വൃത്തിക്ക്. അതേത് തൊക്കലിന്റെ വീരൊന്നുമില്ല. ഫ്രണ്ട്സ് കൊണ്ടുവരുമ്പോ എന്താ നല്ല സാധനമാണ് ആ നല്ല സാധനത്തിന് കുറ്റം പറയാൻ പാടുണ്ടോ? പക്ഷേ മുളക് പൊടി അങ്ങനല്ല, മുളക് പൊടി താടിന് മുക്കിയെടുക്കണ. ഇവന് വീണതാണ്. ഇവൻ തന്ന സാധനം തിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ടൈം ഒരേ അസുഖം വന്ന്. എങ്ങനെ അതല്ല, ഈസ്റ്റന്റെ മുളക് പൊടി ആരൊക്കെ പോടലുണ്ടോ ഓർക്കൊക്കെ അസുഖം. അതെങ്ങനെ അപ്പൊ കഴിഞ്ഞു വീഡിയോ അവർക്കോ സുഖമില്ല. ഞാൻ അതിന് പോയി ഇതായി പെട്ടുപോകും. അല്ല നേരത്തെ പോലെ രണ്ടാള് ഭയങ്കര കൊത്തലേനില്ലേ? റെഡി ആയില്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ അറിയോ? എനിക്കറിയാം. ഒന്നറിയാം. അതല്ല ഇതുവരെ ഉണ്ടായിരുന്ന വരല്ല കേട്ടോ, അത് ബാക്കിയുള്ളതൊക്കെ അല്ലേ? അല്ല ഇവലിപ്പോ സെറ്റായില്ലേ? എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, നമ്മള് ഷാവിലെ സപ്പോർട്ട് ചെയ്യാം. ഇത്രയും നേരം ഷാവുൽക്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമല്ലോ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്യാം. ഒരു 4 മണിക്കൂർ ശേഷം ചെസ്റ്റ് പീസിൽ തല്ലുണ്ടാവുന്നതാണ്. അതിന് മെയിൻ ആളാണ് ആൾക്കാർ എണീറ്റിടാൻ പച്ച അങ്ങനെ സക്സസ്ഫുള്ളി മൊത്തം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളെ ദൗത്യം ക്ലിയർ ആവാണ്. ശരിയായ പീസ, ശരിയായ ചൂടില്ല പൊറോട്ട, ശരിയായ പീസ. പൊറാട്ടയുണ്ട്, കുബൂസുണ്ട്, എല്ലാം വരും ഗൈസ്. ഞാനോടെ ബാക്കിയുള്ളവിടെ സൗണ്ട് മോനെ എങ്ങനെയുണ്ട്? ശരിയായ സാധനല്ലേ? ഇവിടെ പൂള്, ഇവിടെ പൊറാട്ടയും അൽഫാമും
സാധനം കൊണ്ട് സെറ്റാക്ക് ഉപ്പൂസ് ചൂടാക്കണേ ഗൈസ്. അങ്ങനെ വെച്ചതിന് തല്ലാവൂലേ? മയോണീസ് എന്താ അറിയോ എല്ലായിടത്തും കുറച്ച് ഒഴിച്ചാളാ. ഇരിക്കാം ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ തന്നെ. നമുക്കൊരു ഓരോട്ടത്തില്ല അപ്പൊ 15 കറക്റ്റാ. പൊറാട്ട എന്താടാ വൃത്തിയായിട്ടിട് സാധനം. മയോണീസ് ഇവിടെ വെച്ച കുറച്ച് നമുക്ക് സ്പെഷ്യൽ വേണം കേട്ടോ. നമുക്ക് സ്പെഷ്യൽ വേണം. അങ്ങോട്ട് കൊടുക്കടാ. അവിടെ കഴിച്ചിരിക്കുന്നേ എല്ലാവർക്കും 2 പീസില്ല. ജസ്റ്റ് പീസിനാണ് ഗൈസ് അടി ഇവിടെ. അല്ല ജസ്റ്റ് ഒന്ന് എടുക്ക്. എടാ ഇത് പറയും റിവ്യൂ പറയടാ. കഴിക്ക് കഴിച്ചിട്ട് പറയും. മസാല ഉമേറ് സെറ്റ് മയോണീസ് എന്റെ മോനെ അവിടെ മൂടൂടെ നല്ല അടിയാണ് ഗൈസ്. മിസാല അതെന്താ മിസാല എനിക്ക് മിസാലിന് ഈ മയോണീസ് പോരല്ലോ. ഉമ്മേറാണ് മെയിൻ ഷെഫ് മസാലിന്റെ. എന്താടാ വേണ്ടേ? എന്താടാ മയോണീസ് ഉമ്മേറിന് മയോണീസ് ചെയ്യാൻ നടക്കൂട്ടോ. അങ്ങനെ നമ്മളെ റിസോർട്ട് പരിപാടിയൊക്കെ പാക്കപ്പ് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? കണ്ട് കഴിഞ്ഞല്ലേ കരിമ്പ് കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് കുടിച്ചില്ലെങ്കിൽ മധുരണ്ട് മധുരൊക്കെ ഉണ്ട്. ഈ മധുരം എന്ത് പറയാനുള്ളേ? ഒന്നും പറയാനില്ല. ഞാൻ കുടിച്ചോളാം. ശരിയായ സാധനം അല്ലേ? എന്താ പറയാ? ഒറിജിനൽ കണ്ണുപൊട്ടൻ ഒറിജിനൽ കണ്ണുപൊട്ടൻ. കാര്യത്തിലാ നിങ്ങൾ കമന്റ് ചെയ്യ്. പക്ഷെ ഒറിജിനൽ പൊട്ടന്മാരുണ്ട്. $200 25 പൊന്നിനെ 25 പറഞ്ഞ കേട്ടോ. എന്താ പറയാ? ഫാൻസാര് പറഞ്ഞിട്ട് ഞാൻ കണ്ണോട്ടനാണ് അത് ശരി നോക്കിയില്ല. എന്താ പറയാ? അത് ശരിയായ തീരുമാനമല്ലല്ലോ.